നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥി സംഘടനകൾ ദില്ലിയിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇടതു സംഘടനയായ ഐസ ആവശ്യപ്പെട്ടു. അതിനിടെ ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന കേസിൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു. നീറ്റ് പരീക്ഷയിൽ കേന്ദ്രവും എൻടിഎയും നടത്തിയ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ചാണ് രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. മോദിയുടെ വിദ്യാഭ്യാസ നയത്തിന്റെ ഇരകളാക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കണമെന്നും പരീക്ഷാ നടത്തിപ്പിൽ അട്ടിമറി നടത്തിയ എൻടിഎയെ സംരക്ഷിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ പോലും ബിജെപി അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. എൻടിഎക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. पिछले कई सालों से जब से वो जो है बना है एग्ज़ाम करवा रहा है, तब से धांधलियाँ चल रही हैं. Like at an immediate level, what we require or what we demand from the NTA is that there should be a large-scale re-examination which has to be conducted for the NEET exams. ആം ആദ്മി പാർട്ടി വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. അതിനിടെ ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 9 വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്തു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എൻടിഎയുടെ പ്രവർത്തനം വിലയിരുത്താൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കും. കൈരളി ന്യൂസ്, ദില്ലി.